റോഷിബാൽ, UDF യോഗത്തിൽ എടുക്കാൻ പോകുന്ന തീരുമാനങ്ങൾ എന്താണ് എന്നതാണ് നമുക്ക് അറിയേണ്ടത്. പൂർണ്ണ ഘടകകക്ഷിയാക്കി ഔദ്യോഗിക പ്രഖ്യാപനം, അതും 2 ദിവസത്തിനകം എന്നതാണ് അൻവറിന്റെ അൾട്ടിമാറ്റം. അപ്പോൾ കാര്യങ്ങൾ UDF-ൽ അൻവറിന്റെ വഴിക്ക് വരുമോ, അതോ അൻവറിന്റെ വഴിക്ക് പോകട്ടെ എന്ന് UDF തീരുമാനിക്കുമോ? റോഷിബാൽ, സുജയപാർവതി, നേരത്തെ UDF യോഗം ചേർന്നപ്പോൾ അന്ന് PV അൻവറിന്റെ UDF പ്രവേശനവുമായി ബന്ധപ്പെട്ട ചർച്ചകൾക്ക് പിന്നാലെ UDF ചെയർമാൻ കൂടിയ പ്രതിപക്ഷ നേതാവ് VD സതീശനെ തീരുമാനമെടുക്കാൻ ചുമതലപ്പെടുത്തിയതാണ്. കോൺഗ്രസ് ഹൈക്കമാൻഡുമായി ആലോചിച്ച് എങ്ങനെ PV അൻവർ നയിക്കുന്ന തൃണമൂൽ കോൺഗ്രസിനെ UDF-മായി സഹകരിപ്പിക്കാം എന്ന് തീരുമാനിക്കട്ടെ. അങ്ങനെ തീരുമാനിച്ചെങ്കിലും പക്ഷേ ഒരു അന്തിമ തീരുമാനത്തിലേക്ക് എത്തിയിരുന്നില്ല. ഏതായാലും അൻവർ ഇപ്പോൾ സ്വീകരിച്ചിരിക്കുന്ന നിലപാട് അത് അനുനയ നീക്കത്തിന്റെ ഭാഗമായി ഇനി എന്ത് തീരുമാനത്തിലേക്കാണ് UDF നേതൃത്വം എത്തുക എന്നത് പ്രധാനപ്പെട്ടതാണ്. ഏതായാലും UDF-ന്റെ നിലമ്പൂർ നിയോജക മണ്ഡലം നേതൃയോഗമാണ് ഇവിടെ നടക്കുന്നത്. അതിനൊപ്പം UDF-ന്റെ പ്രധാനപ്പെട്ട നേതാക്കളൊക്കെ എത്തുന്നതുകൊണ്ട് ഒരു അനൗപചാരിക ചർച്ച അല്പസമയത്തിനകം ഇവിടെ നടക്കും. ഇനി പ്രതിപക്ഷ നേതാവ് VD സതീശനും KPCC അധ്യക്ഷൻ സണ്ണി ജോസഫും PK കുഞ്ഞാലിക്കുട്ടിയും അടക്കമുള്ള 3 നേതാക്കൾ കൂടിയാണ് എത്താനുള്ളത്. ഒപ്പം PMA സലാം നേരത്തെ തന്നെ എത്തിച്ചേർന്നിട്ടുണ്ട്. KPCC-യുടെ വർക്കിംഗ് പ്രസിഡന്റുമാരായ AP അനിൽകുമാറും ഷാഫി പറമ്പിലും ഇവിടെ എത്തിയിട്ടുണ്ട്. വന്നു കഴിഞ്ഞാൽ ഇവർ മറ്റ് നേതാക്കളുമായി ടെലിഫോണിൽ ആശയവിനിമയം നടത്തി ഒരു തീരുമാനത്തിലേക്ക് എത്താൻ സാധ്യത. നിലവിലേതായാലും PV അൻവറിന്റെ അനുനയിപ്പിക്കണമെന്ന നിർദ്ദേശം UDF-ലെ ഭൂരിഭാഗം ഘടകകക്ഷികളും മുന്നോട്ട് വെച്ചിട്ടുണ്ട്. കാരണം നിലമ്പൂരിലെ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയപരമായി വളരെ നിർണായകമാണ്. പ്രത്യേകിച്ച് തദ്ദേശ നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുമ്പുള്ള തെരഞ്ഞെടുപ്പാണ്. ഇവിടെ വിജയം അനിവാര്യമാണ്. ഈ വിജയത്തിന്റെ ഊർജ്ജത്തിലായിരിക്കും തദ്ദേശ തെരഞ്ഞെടുപ്പിലേക്ക് പോകുന്നതിന് ഈ സെമി ഫൈനലിൽ കൃത്യമായി ഒരു സന്ദേശം ജനങ്ങളിലേക്ക് എത്തിച്ചുകൊണ്ട് മുന്നോട്ട് പോകാനാണ് UDF ഇപ്പോൾ ശ്രമിക്കുന്നത്.